ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഒരുപാട് ഗ്രഹനില സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേടം മുതൽ മീനം ലഗ്നം വരെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ ജീവിതത്തിൽ നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ മോശമായ സമയമോ അല്ലെങ്കിൽ ജാതകപ്രകാരം പലരും പറയാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഞാൻ എൻ്റെ കരിയർ ഒരു ഡെവലപ്പായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ടം ഇല്ല. നമുക്ക് എത്ര നല്ല ജാതകമായാലും എത്ര മോശമായ ജാതകമായാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോടൊരു സന്ദേശം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അലസതയും അകർമ്മ്യതയും നപുംസകുള്ളതാണ്, അവയെ നീ കൈക്കൊള്ളരുത്. ബലഹീനതകളെ വലിച്ചെറിഞ്ഞ് ജീവിത യുദ്ധത്തിന് തയ്യാറെടുക്കൂ. ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്, അതിനെ നീ വിളിച്ചുണർത്തുമെന്നാണ് പറയുന്നത്. എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഈ ധർമ്മയുദ്ധത്തെക്കാളും ശ്രേയസ്കരമായി മറ്റൊന്നില്ല. അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ് എന്നാണ് ഈ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്. ആ ധർമ്മം സമരം ഏറ്റെടുക്കുന്നവൻ ഭൂമിയുടെ സർവാധിപത്യം നേടുന്നു. അതേപോലെ തന്നെ കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. പ്രവർത്തിക്കാൻ തയ്യാറാക്കാത്ത വ്യക്തിയും സമൂഹം സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു. അതിനാൽ എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ. ശത്രുക്കളെ പരാജയപ്പെടുത്തി സമൃദ്ധമായ രാജസ്വങ്ങൾ അനുഭവിക്കൂ. അനശ്വരമായ യശസ് നേടൂ. ക്ഷേമം ഐശ്വര്യം നിനക്കുള്ളതാണ്. നിങ്ങളുടെ ഗ്രഹനില പ്രകാരം എനിക്ക് ദോഷമുണ്ട്, ആ ദോഷമുണ്ട്, ഈ ദോഷമുണ്ടെന്ന് പറയാതെ നിങ്ങൾ ഈ ഒരു അർത്ഥവത്തായ ഈ അർജുനൻ്റെ, നിങ്ങൾ ഭഗവത്ഗീതയൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അത് അലമാരയിൽ മേടിച്ചിട്ട് അലമാര കൊണ്ടുവയ്ക്കാനുള്ളതല്ല. അതിൽ ഒരുപാട് നമുക്ക് ജീവിതത്തിലേക്ക് പ്രചോദനമായിട്ടുള്ള അതിന് ഓരോ വാക്കിലും മൂല്യങ്ങളുണ്ട്. നിങ്ങളത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ജാതകദോഷം കൊണ്ടാണ് എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. നമ്മുടെ ദൃഢപ്രതിജ്ഞ, നമുക്ക് കോൺഫിഡൻസ്, മനോധൈര്യം, നമ്മൾ ജീവയുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അവിടെ പൂർണ്ണ വിജയമുണ്ടാക്കും. പക്ഷേ നമുക്ക് ആ ശത്രുക്കളെ നമുക്ക് ഉന്മൂലനം ചെയ്തിട്ട് നമുക്കൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ തലയുയർത്തി, അതായത് നമ്മുടെ തിടമ്പേറ്റുന്ന ആനയെ പോലെ ആ ഒരു പ്രൗഢിയോടുകൂടി ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെ ഒരു ഗ്രഹങ്ങളുടെ അവലോകനമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. തീർച്ചയായിട്ടും കാണുക. നന്ദി, നമസ്കാരം.